മറിയം ബീവിയുടെ ചരിത്രമാണ്. അവർ ഗർഭിണിയാവുകയാണ്. അവർ പിതാവില്ലാതെ അല്ലെങ്കിൽ ഭർത്താവില്ലാതെ ഗർഭം ധരിക്കുകയാണ്. എന്തായിരിക്കും ആ സഹോദരിയുടെ അല്ലെങ്കിൽ ആ മഹദിയുടെ മാനസികാവസ്ഥ എന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയാമല്ലോ. ഈ പ്രസവം നടന്ന് കുഞ്ഞിനെയും കൊണ്ട് ആളുകളുടെ സമീപത്തേക്ക് ചെല്ലുമ്പോ ഉണ്ടാകുന്ന പുകിലുകൾ എന്തായിരിക്കും, ഉണ്ടാകുന്ന ആരോപണങ്ങൾ എന്തായിരിക്കും എന്നതിൽ ഓർത്ത് വിഷമിക്കേണ്ടതില്ല. ആളുകൾ അങ്ങനെ ചോദിക്കുമ്പോ ധൈര്യസമേതം പറഞ്ഞേക്ക്, ഇതാ ഇവൻ മറുപടി പറയുമെന്ന്. കൈക്കുഞ്ഞിനോട് മറുപടി പറയാൻ വേണ്ടി അങ്ങോട്ട് ചൂണ്ടിയാൽ മതി എന്ന് മറിയമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽഹാം അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പ്രസവാനന്തരം കുഞ്ഞിനെയും കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോൾ ആളുകൾ പലതും സംസാരിക്കാൻ തുടങ്ങി. മറിയമേ, നീ എന്ത് തോന്നിവാസമാണ് ഈ ചെയ്തത്? നിന്റെ ബാപ്പ ഇങ്ങനെയായിരുന്നില്ലല്ലോ, നിന്റെ ഉമ്മയും ഇങ്ങനെയായിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുടുംബ പാരമ്പര്യത്തിന്റെയും ദുരാരോപണങ്ങളുടേതായ കെട്ടുകളിലേക്ക് അവർ നീങ്ങുമ്പോൾ അള്ളാഹു നൽകിയ ആ ഇൽഹാമിന്റെ അതിൽ അടിയുറച്ച് വിശ്വസിച്ച ആ മഹദി കുഞ്ഞിലേക്ക് ചൂണ്ടുകയാണ് ഇവൻ പറയും മറുപടി എന്ന്. അത്ഭുതകരമായ കാര്യം, ആ കുഞ്ഞു സംസാരിക്കുകയാണ്, കൈക്കുഞ്ഞു സംസാരിക്കുകയാണ്. അവർ അത്ഭുതം കൂറുകയാണ്, ഞങ്ങൾ എങ്ങനെയാണ് തൊട്ടിലുള്ള ശിശുവിനോട് സംസാരിക്കുക എന്ന്. ആ അവരുടെ അത്ഭുതങ്ങളെയെല്ലാം എത്രമാത്രം അവർ ആശ്ചര്യത്തോടെ നിൽക്കുന്നുവോ അതിലേറെ ആശ്ചര്യം അവർക്ക് ജനിപ്പിക്കുന്ന വിധത്തിൽ കുഞ്ഞു മറുപടി പറയുകയാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ അയ്നമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ വബർറൻ ബിവാലിദതി എന്നിങ്ങനെയുള്ള മറുപടികൾ അവിടെ ആ പുരുഷാരത്തോട്, ആ ജനാവലിയോട് കൈക്കുഞ്ഞു സംസാരിക്കുകയാണ്. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ, അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ വജഅലനി നബിയ്യ, എന്നെ അവൻ പ്രവാചകനാക്കിയിരിക്കുന്നു എന്ന് തുടങ്ങി സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അങ്ങനെ വിവരിച്ചു പറയുകയാണ്. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യത്തേത് അസാധാരണമായ ഒരു കാര്യമാണ് നടന്നതെങ്കിൽ അതിലേറെ ആശ്ചര്യകരമായ കാര്യവും അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ ലോകത്തെ നടപ്പിലാക്കുവാൻ അവന് പ്രയാസമേതുമില്ല എന്ന് ലോകത്തെ മനസ്സിലാക്കുന്ന വിധത്തിലുള്ള അവന്റെ അപാരമായ ഖുദ്റത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്ന സംഭവങ്ങളാണത്.